മുൻ സർക്കാർ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട 2 പദ്ധതികളായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്നിവ. എന്നാൽ ഈ പദ്ധതികളിൽ ഒരെണ്ണം മാത്രമായിരിക്കും പുതിയ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി തുടരാൻ സർക്കാർ തീരുമാനിക്കുകയും ഇതിനായുള്ള ധനസഹായ വിതരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മുൻഗണനാ റേഷൻ കാർഡുകളുള്ള 35-നും 60-നും ഇടയിൽ പ്രായമുള്ള ഏകദേശം 18 ലക്ഷത്തോളം സ്ത്രീകൾക്കായി വിഭാവനം ചെയ്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇതുവരെ അനുകൂല തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുൻപ് 2 ഗഡുക്കൾ വിതരണം ചെയ്തിരുന്ന ഈ പദ്ധതിയിലൂടെ ഓണക്കാലത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്യുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. കൂടാതെ മുൻപ് സേവന പോർട്ടൽ വഴി അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സൗകര്യം നീക്കം ചെയ്തതും ഈ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കപ്പെടുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. അതിനാൽ ഈ ആനുകൂല്യം ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. നിലവിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന പ്രധാന ആനുകൂല്യം ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തിയ KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്ര മാത്രമാണ്. ഇനി മറ്റ് പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അറിയിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.